കള്ളപ്പണം വെള്ളയിലാക്കിയ ഉള്ളൻകൈയിൽ മലിനതയുണ്ട്. എന്തെല്ലാം നേടിയെന്നാലും ആരുടെ മണ്ണിൽ സ്വന്തം. എന്തെല്ലാം നേടിയെന്നാലും ആരുടെ മണ്ണിൽ സ്വന്തം. എന്തിനു തിരുമുഖം സമ്പാദിക്കാൻ കണ്ടതുണ്ടാവുന്നില്ല ഓടുന്നത്. എന്തിനു തിരുമുഖർ സ്വന്തം സമ്പാദിക്കാൻ കണ്ടതുണ്ടാവുന്നില്ല ഓടുന്നത്. അമ്പതെന്തെന്നറിയാവുന്നു പിന്നീടുമോ ബന്ധുകം അമ്പതെന്തെന്നറിയാവുന്നു പിന്നീടുമോ ബന്ധുകം മനുഷ്യനെ ഇവിടെ ഇന്നും മതങ്ങൾ വേടുന്നു. നൈമിഷവേഷങ്ങൾ അവിടെ അണിയറ ശില്പങ്ങൾ. മനുഷ്യനെ ഇവിടെ ഇന്നും മതങ്ങൾ വേടുന്നു. നൈമിഷവേഷങ്ങൾ അവിടെ അണിയറ ശില്പങ്ങൾ. കമ്പ്യൂട്ടറും ടെലിവിഷനും പാപത്തിൻ കലവറയോ. ശാസ്ത്രത്തിന്റെ പുരോഗതി ഇന്റർനെറ്റ് ജൽപ്പുകളോ. കമ്പ്യൂട്ടറും ടെലിവിഷനും പാപത്തിൻ കലവറയോ. നിയമങ്ങൾ പ്രഹസനമായി പെരുവീതി ചോരപ്പുഴയായി. നിയമങ്ങൾ പ്രഹസനമായി പെരുവീതി ചോരപ്പുഴയായി. മതം ഉദരം പോലും ടെസ്റ്റോവിന് വഴിമാറിപ്പോയി. മതം ഉദരം പോലും ടെസ്റ്റോവിന് വഴിമാറിപ്പോയി. എന്തിനു തുണിഞ്ഞവർ സ്വന്തം അസംഭവിപ്പത് കണ്ടതിണ്ട ഒന്നുമില്ല ഓടുന്ന വീട്. എന്തിനു തുണിഞ്ഞവർ സ്വന്തം അസംഭവിപ്പത് കണ്ടതിണ്ട ഒന്നുമില്ല ഓടുന്ന വീട്. അമ്പലത്തിനറിയാമെന്ന് പിന്നീടുമോ ബന്ധുടും ഇന്നും മതങ്ങൾ തേടുന്നു. വേഷങ്ങൾ അവിടെ അണിയറ ശില്പങ്ങൾ. മനുഷ്യാമേ ഇവിടെ ഇന്നും മതങ്ങൾ തേടുന്നു. നൈമിഷവേഷങ്ങൾ അവിടെ അണിയറ ശില്പങ്ങൾ. അറിയോ ആരാധനയുണ്ട് നിങ്ങൾ ലക്ഷ്യമുണ്ടെന്ന് അറിയാതെങ്ങോ പോകുന്നു. ദൈവമാണെന്ന് അറിയോ ആരാധനയുണ്ട് നിങ്ങൾ ലക്ഷ്യമുണ്ടെന്ന് അറിയാതെങ്ങോ പോകുന്നു. മനുഷ്യാനേ ഇവിടെ ഇന്നും മതങ്ങൾ തേടുന്നു. നൈമിഷവേഷങ്ങൾ അവിടെ അണിയറ ശില്പങ്ങൾ. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല സമയത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഗാനങ്ങൾ പാടിയതായ ദൈവദാസന്മാരെ അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം സഹായിക്കട്ടെ. ഈ സമയത്ത് ദൈവത്തിന്റെ വചനം സംസാരിക്കുവാൻ വിതുര ബന്ധക്കോസൽ പാസ്റ്റേഴ്സ് ഫെലോഷിപ്പിലെ ചാരിറ്റി സെക്രട്ടറി ആയിരിക്കുന്ന പാസ്റ്റർ മനോഹരൻ അവർകളെ വളരെ സ്നേഹത്തോടെ ദൈവവചനം സംസാരിക്കുവാൻ ക്ഷണിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരും ശ്രദ്ധിച്ചാലും. അടുത്തും അകലെയുമായി ഞങ്ങളുടെ ശബ്ദത്തെ ശ്രമിക്കുന്ന ഈ ദേശത്തിലെ മാന്യരായിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യ സഹോദരങ്ങൾ, അയൽവാസികളായി ഭവനങ്ങളിലായി ഞങ്ങളുടെ ശബ്ദത്തെ ശ്രമിക്കുന്ന
എല്ലാ പ്രിയപ്പെട്ടവരുമായുള്ളവരെ, ഈ ഉച്ചസമയത്ത് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുന്നത് ഒരു മതപ്രസംഗം നടത്തുവാനല്ല, എന്നാൽ മനുഷ്യന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ കഴിയുന്ന, ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയ ഒരു നല്ല സന്ദേശം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനാണ്. ഇന്ന് ലോകത്തിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ കൊള്ളരുതായ മകൻ മനുഷ്യന് കേൾക്കുവാനും കാണുവാനും കൊള്ളരുതാത്ത ഒത്തിരി സന്ദേശങ്ങളും ദൃശ്യമാധ്യമങ്ങളുമെല്ലാം സമൂഹത്തിൽ മുഴങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം വരുത്തുവാൻ കഴിയുന്ന, ഞങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം വരുത്തിയ, എൻ്റെ ജീവിതത്തിൽ വ്യത്യാസം വരുത്തിയ ഒരു നല്ല കർത്താവിനെ കുറിച്ച് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് മനോഹരൻ. ഞാൻ താമസിക്കുന്നത് വെള്ളനാട് എന്ന പ്രദേശത്താണ്. കുടുംബമായി വെള്ളനാട് പട്ടണത്തിൽ താമസിക്കുന്നു. എന്നാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ദൈവമുണ്ടോ എന്ന് അന്വേഷിച്ച ഒരു വ്യക്തിയായിരുന്നു. ദൈവമുണ്ടോ എങ്കിൽ അത് വാസ്തവമായി ഏതാണ് സത്യദൈവം? അങ്ങനെ തെളിയുവാൻ കാരണം എൻ്റെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ട വ്യക്തിയായിരുന്നു. ഓരോ നിമിഷവും വളരെ വേദനയോടുകൂടി ജീവിതം മുൻപോട്ട് നയിച്ചു. പലപ്പോഴും ജീവിതം മതി, ആത്മഹത്യ ചെയ്ത എന്ന് തീരുമാനിച്ച അവസരങ്ങൾ പലപ്പോഴും ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ലോകത്തിൽ ഒരു ദൈവമുണ്ട് എങ്കിൽ അത് എന്നെ രക്ഷിക്കണം. ഞാൻ ഒരു ഹൈന്ദവ മാർഗപ്രകാരം എന്നെ ആരിൽ നിന്ന് വിടുവിക്കും? എത്ര വിളിച്ചപേക്ഷിച്ചിട്ടും ഞാൻ സേവിച്ചു നിൽക്കുന്ന ദൈവങ്ങളെന്ന് അവകാശപ്പെട്ടതിന് എന്നെ രക്ഷിക്കാൻ കഴിയാതിരുന്നപ്പോൾ അവസാനമായി ഞാനൊരു തീരുമാനമെടുത്തു. ഞാനും എൻ്റെ കുടുംബം, എൻ്റെ ഭാര്യയും 2 കുഞ്ഞുങ്ങളുമായിട്ട് ആത്മഹത്യ ചെയ്ത് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുക. അങ്ങനെ തീരുമാനമെടുക്കുന്ന ആ രാത്രിയിൽ എൻ്റെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്തിയ കർത്താവായ യേശു ക്രിസ്തു എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. വാസ്തവത്തിൽ എനിക്ക് ആ യേശുക്രിസ്തുവിനെ കുറിച്ച് സത്യമായിട്ട് എനിക്ക് അറിയത്തില്ലായിരുന്നു. എന്നാൽ ഈ പട്ടണത്തിൽ, ഈ മേഖലദേശത്ത് ഞാൻ വിളിച്ചു പറയട്ടെ, ഒരുപക്ഷെ നിങ്ങൾക്ക് യേശുക്രിസ്തുവിനെ അറിയത്തില്ലായിരിക്കാം, ഒരുപക്ഷെ പേര് കേട്ടിട്ടുണ്ടായിരിക്കാം. എന്നാൽ യേശുക്രിസ്തുവിനെ നിങ്ങൾ വിളിച്ചപേക്ഷിച്ചില്ലെങ്കിലും നിങ്ങളുടെ മനോവേദന, നിങ്ങളുടെ കണ്ണുനീർ, ആരും എന്നെ സഹായിക്കാൻ ഇല്ലല്ലോ എന്ന് നിങ്ങളുടെ തോന്നൽ, നിങ്ങളുടെ ഒറ്റപ്പെടുത്തലുകൾ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് നിങ്ങൾ ക്ഷണിക്കാതെ തന്നെ കർത്താവ് യേശുക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. എൻ്റെ ജീവിതത്തിലും ഞാൻ ക്ഷണിക്കാതെ തന്നെ യേശുക്രിസ്തു എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. യേശുക്രിസ്തു എന്ന വാക്ക് കേൾക്കുമ്പോൾ എനിക്ക് പണ്ടുണ്ടായിരുന്ന ഒരു ചിന്താഗതി, ഇത് ക്രിസ്ത്യാനികളുടെ ദൈവമാണ്, അതുകൊണ്ട് എനിക്ക് ഈ യേശുവുമായിട്ട് ഒരു ബന്ധത്തിന്റെ ആവശ്യമില്ല. എന്നാൽ പിന്നത്തേതിൽ എനിക്ക് മനസ്സിലായി, കർത്താവായ യേശുക്രിസ്തു ക്രിസ്ത്യാനികളുടെ ദൈവമല്ല. യേശുക്രിസ്തു ഒരു മതത്തിന്റെ വക്താവല്ല. യേശുക്രിസ്തു ഒരു മതവും സ്ഥാപിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് സ്നേഹത്തോടെ നിങ്ങളോട് പറയുവാൻ കഴിയും, നിങ്ങളുടെ മുൻപിൽ ഞാൻ പ്രസ്താവിക്കുന്ന കർത്താവ് യേശുക്രിസ്തു ഒരു മതത്തിന്റെ വക്താവല്ല. യേശുക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ ഒരു മതവും സ്ഥാപിച്ചിട്ടില്ല. മതത്തെക്കുറിച്ച് യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞതാണ്, നിങ്ങൾ ഒരുവരെ മതത്തിൽ ചേർക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളെക്കാൾ ഇരട്ടി നരകയോഗ്യരാക്കി തീർക്കുന്നു. അപ്പോൾ യേശുക്രിസ്തു എന്ന് പറയുന്നത് ഒരു മതമല്ല, ക്രിസ്ത്യാനി എന്ന് പറയുന്നതും ഒരു മതമല്ല. മനുഷ്യനാണ് മതങ്ങളെ സൃഷ്ടിച്ച. നമുക്കറിയാം, ഒരു പാട്ടുകാരൻ തന്നെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു,
മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും ചേർന്ന് മണ്ണ് പങ്കുവച്ചു. അപ്പോൾ യേശുക്രിസ്തു എന്ന് പറയുന്നത് ഒരു മതത്തിന്റെ വക്താവല്ല, ഒരു മതസ്ഥാപകനല്ല. യേശുക്രിസ്തു ആരെന്ന് ചോദിച്ചാൽ ഭൂലോകത്തിലെ സകല മാനവരാശിയുടെയും രക്ഷകനാണ് കർത്താവായ യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിനെ കുറിച്ച് ചില മിനിറ്റുകൾ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പരിചയപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യേശുക്രിസ്തു ആരാണ്? സാക്ഷാൽ ദൈവവും സാക്ഷാൽ മനുഷ്യനുമാണ്. യേശുക്രിസ്തു സ്വർഗത്തിൽ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുമ്പോൾ ഈ താണലോകത്തിലേക്ക് മനുഷ്യനായിട്ട് ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നത് മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടിയാണ്. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്നുണ്ട്, നീ അവന് യേശു എന്ന പേരിടണം. അപ്പോൾ യേശുക്രിസ്തു എന്നാൽ മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ഈ താരലോകത്തിലേക്ക് ഇറങ്ങി വന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ആ യേശു ലോകത്തിലേക്ക് വരികയും പാപത്താൽ പിടിക്കപ്പെട്ട അനേകരെ രക്ഷയിലേക്ക് നടത്തുവാനായിട്ടിടയായി തീർന്നു. പാപം ഇന്ന് നമുക്കറിയാം, അധർമ്മം പെരുകി വരികയാണ്. മദ്യവും മയക്കുമരുന്നും ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും എന്തിനധികം പറയുന്നു, മനുഷ്യ കടത്തുകളും ഒക്കെ പെരുകി വരുന്ന ഈ കാലഘട്ടത്തിൽ മാനവകുലത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കർത്താവ് ലോകത്തിൽ വന്നു. അപ്പൊ ചോദിക്കും, വേറെ ആർക്കും പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയത്തില്ലയോ? യേശുക്രിസ്തുവിന് മാത്രമേ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയത്തുള്ളൂ? നിശ്ചയമായും പാപത്തിന് പരിഹാരം വരുത്തുവാൻ, ഒരു മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയത്തുള്ളൂ. അതിന് കാരണം, ഒരു വ്യക്തിയുടെ പാപത്തെ ക്ഷമിക്കണമെങ്കിൽ പാപമില്ലാത്ത ഒരുവന് മാത്രമേ കഴിയത്തുള്ളൂ. യേശുക്രിസ്തു അവൻ പിതാവായ ഈ ലോകത്തിലേക്ക് കടന്നു വന്നതുകൊണ്ട് യേശുക്രിസ്തുവിന് പാപമില്ല. നമ്മുടെയൊക്കെ ജീവിതങ്ങളെ പരിശോധിച്ചാൽ നമുക്ക് ജന്മപാപമുണ്ട്, കർമ്മപാപവുമുണ്ട്. എന്നാൽ യേശുക്രിസ്തു അങ്ങനെയല്ല. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ പാപമില്ലാതെ ഈ ലോകത്തിലേക്ക് പിറന്നു. യേശുക്രിസ്തുവിന്റെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ സ്വർഗത്തിലെ ദൈവമാണ്. പാപമില്ലാത്തത് കൊണ്ട് ഒന്നാമതായി ഭൂമിയിൽ കർത്താവ് ജീവിച്ചു. 33.5 വർഷം ജീവിച്ചിട്ട് ഒരു പാപവും കർത്താവ് യേശുക്രിസ്തു ചെയ്തിട്ടില്ല. അപ്പോൾ പാപമില്ലാത്ത ഒരേ ഒരുവന് മാത്രമേ ഒരു മനുഷ്യന്റെ പാപത്തെ വിടുവിപ്പാൻ അല്ലെങ്കിൽ പാപത്തിന് മോചനം കൊടുക്കുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് മനുഷ്യന്റെ പാപത്തെ സ്വയം വഹിക്കാനായിട്ടിടയായി തീർന്നു. എങ്ങനെയാണ് മനുഷ്യന്റെ പാപത്തെ സ്വയം വഹിക്കുന്നത്? അല്ലെങ്കിൽ മനുഷ്യന്റെ പാപം എവിടെയാണ് വസിക്കുന്നത്? ഒരു മനുഷ്യന്റെ പാപം അവന്റെ ഹൃദയത്തിനകത്താണ് ഇരിക്കുന്നത്. അവന്റെ ശരീരത്തിന് പുറത്താണെങ്കിൽ ഏതെങ്കിലും നല്ല സോപ്പ് കൊണ്ട് കഴുകിയാൽ അവന്റെ പാപം പോകുമായിരുന്നു. പക്ഷേ ഹൃദയത്തിനകത്ത് അലിഞ്ഞു ചേർന്നിരിക്കുന്ന, അല്ലെങ്കിൽ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന പാപത്തെ ഈ ലോകത്തിലെ ഏത് സോപ്പ് കൊണ്ട് കഴുകിയാലും ആ പാപം മാറുകയില്ല. എന്നാൽ പാപമില്ലാത്ത ഒരുവന്റെ രക്തം മുഖാന്തരമല്ലാതെ ഒരു മനുഷ്യന്റെ പാപത്തെ ക്ഷമിക്കാനായിട്ട് കഴിയത്തില്ല, അല്ലെങ്കിൽ പാപത്തിന് വിടുതലുണ്ടാകുകയില്ല. അങ്ങനെയെങ്കിൽ കർത്താവായ യേശുക്രിസ്തു പാപമില്ലാത്തവനായി ഈ ലോകത്തിലേക്ക് വന്നു, പാപമില്ലാത്തവനായി തന്നെ ഈ ലോകത്തിൽ ജീവിച്ചു. എന്നാൽ മനുഷ്യന്റെ, ലോകത്തിലെ സകല മനുഷ്യന്റെയും പാപത്തെ സ്വയം വഹിച്ചുകൊണ്ട് ഒരു തെറ്റും ചെയ്തില്ല എങ്കിലും, ഒരു കുറ്റവും ചെയ്തില്ല എങ്കിലും, ഒരു കള്ളനെ പോലെ, ഒരു കൊലപാതകനെ പോലെ കാൽവരി ക്രൂശിൽ യാഗമാക്കി തീർത്തു.
ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവ് യേശുക്രിസ്തുവിന്റെ ഒന്നാമത്തെ പ്രത്യേകത മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ അവൻ സ്വന്തം ജീവനെ അവൻ ക്രൂശിൽ ഏൽപ്പിച്ചുകൊണ്ട് അവസാനത്തുള്ളി ചോരവരെയും അവൻ ഒഴുക്കിയ ഒന്നാമത്തെ ഒരേ ഒരു വ്യക്തി അത് കർത്താവായ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. പാപത്തിന് പരിഹാരം വരുത്താൻ അല്ലെങ്കിൽ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് അനേകർ ഈ ഭൂമിയിലൊക്കെയും അവതരിക്കാനിടയായി തീർന്നു. അവർക്കാർക്കും ഒരു മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ സ്വന്തം പ്രാണനെ കൊടുക്കുവാൻ ആരും തയ്യാറായിട്ടില്ല. അതേക്കാൾ വരെ ക്രൂശിൽ മനുഷ്യന്റെ പാപത്തിന് വേണ്ടി മരിച്ച കർത്താവായ യേശുക്രിസ്തു